സത്യത്തിൽ പൂക്കളം ഇടാനായിട്ട് ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പൂക്കളൊക്കെ പറിച്ചു തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ ആ ഒരു ഓണം മൂഡിലോട്ടൊക്കെ വന്നിട്ട് പൂക്കളൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ചേട്ടന്മാർ പണി തുടങ്ങി. അതിൻ്റെ പൂക്കളങ്ങൾ ഓരോന്ന് നമ്മൾ നെറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് അവസാനം ഏതോ ഒരു പൂക്കളത്തിൽ അങ്ങ് ഉറപ്പിച്ചു കേട്ടോ. അങ്ങനെ അത് വരച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അത് ചെയ്യാൻ തുടങ്ങി. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം പൂക്കളൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മാത്രമേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അധികം ടൈം ഉണ്ടായിരുന്നില്ല. ഒരു 10:30-11 മണിയായപ്പോഴാണ് നമ്മൾ പൂക്കൾ പറിക്കാൻ തന്നെ തുടങ്ങിയത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് അത് ഇട്ട് വന്നപ്പോഴേക്ക് ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും കൂടെ ഇങ്ങനെ പൂക്കൾ പറിക്കലും ഇടലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ല രസമുണ്ടായിരുന്നു. ആ ഓണത്തിൻ്റെ മൂഡ് കറക്റ്റ് ആ പൂക്കളിടുന്ന സമയത്താട്ടോ നമുക്ക് തോന്നിയത്. ഇതാണ് നമ്മുടെ അത്തം മൊത്തം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടലാട്ടോ. പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരുങ്ങാനായിട്ടൊക്കെ കയറി കേട്ടോ. അതുവരെയൊക്കെ നമ്മൾ നോർമൽ ഡ്രസ്സിലൊക്കെ ആയിരുന്നു. പിന്നെ നേരെ ചെന്ന് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾ എൻ്റെ മുടിയിലൊരു താജ്മഹൽ പണിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പണിയെല്ലാം. പിന്നെ നമുക്ക് നമ്മുടെ മലയാളി ഫാമിലീസ് മാത്രമല്ലാണ്ട് ഇവിടുന്ന് കുറച്ച് ഫിനിഷുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും കുറച്ച് ഫ്രണ്ട്സിനെ. പക്ഷേ എല്ലാവരും വന്നത് പല സമയത്തായിപ്പോയി. അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം കേട്ടോ. ഇവിടുത്തുകാരൊരു 4 കൂട്ടരോളം വന്നത് 4 പേരും 4 സമയത്താണ് വന്നത്. ആദ്യത്തെ ആളൊരു 12 മണിയൊക്കെ കറക്റ്റ് സമയത്ത് വന്നു കേട്ടോ. പക്ഷേ അവൾക്ക് പെട്ടെന്ന് തന്നെ പോവേണ്ടത് കാരണം നമുക്ക് അധികം നേരം പിടിച്ച് നിർത്താൻ പറ്റില്ല. നമ്മൾ പുറത്ത് പോയി ഫുഡ് അടിക്കുന്നതിന് മുമ്പ് പുറത്ത് പോയി കുറച്ച് കളിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പിള്ളേരുടെ. പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും നടത്താൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ഇവർ പല സമയത്ത് വന്ന കാരണം ഇവരെ നമുക്ക് ഗൗനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്കാണെങ്കിൽ ഇത് എന്താണ് സംഭവം ഒന്നും അറിയില്ല. അവരെ പിടിച്ചിരുത്തി ആദ്യം ഓണം എന്താണെന്നെല്ലാം പറഞ്ഞു കൊടുത്തു, പൂക്കളം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഫുഡാണ് അവർക്ക് ഒറ്റയ്ക്കിരുത്തി കഴിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് അറിയില്ല ഇതെങ്ങനെ കഴിക്കണം, എന്താണ് സംഭവം എന്നൊന്നും. അങ്ങനെ അവരെ പിടിച്ചിരുത്തി കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പേരെ കൂടെയും കൂടി ഇരുത്തി കേട്ടോ കഴിപ്പിക്കാനായിട്ട്. അവൾ പക്ഷേ സ്പൂൺ വെച്ചാട്ടോ കഴിച്ചത്. കാരണം അവർക്ക് കൈവച്ച് കഴിച്ചങ്ങ് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പം ചേട്ടൻ ഓണം മൂഡ് പാട്ട് വെച്ചപ്പോഴേക്കും എല്ലാവരും പിന്നെ ആ വൈബിലോട്ടങ്ങ് എത്തി കേട്ടോ. ഞാൻ കൊച്ചിൻ്റെ 10-12 കറിയുമായിട്ട് ഇത്രയും വലിയൊരു ഓണസദ്യ ആവും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഓണസദ്യയിലെ പല ഐറ്റംസും. ഇവരൊക്കെ പല സമയത്ത് വന്ന കാരണം നമുക്ക് ആ വീട് വിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങാനോ ഒരു നല്ല ഫോട്ടോ എടുക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ എനിക്ക് ആകപ്പാടെ കുറച്ച് വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നത് നമ്മുടെ ജാനിക്കുട്ടനാട്ടോ. അവനെ എനിക്ക് പല വീഡിയോസും എടുത്തു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം.